എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 266-ാമത്തെ വീഡിയോ ആണ്. അപ്പം കുറച്ച് നാളായിട്ട് നമ്മൾ ചക്ര ഹീലിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കി, റേക്കിയെക്കുറിച്ച് നല്ല ഒരു ഗ്രാഹ്യം കിട്ടി. അടുത്തത് ഇന്ന് തൊട്ട് ഒരു പുതിയ സീരീസ് തുടങ്ങുവാണ്, ഒരു പുതിയ ടോപ്പിക്ക്. അപ്പം എന്തൊരു ടോപ്പിക്കാണ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ എത്ര ആകാംക്ഷയുണ്ടോ അത്രയും ആകാംക്ഷയോടാണ് ഞാനും ഇവിടെ ഇരിക്കുന്നത്, നിങ്ങളോട് പങ്കുവയ്ക്കാൻ. ഇത് ഒരുപാട് പേര് കേട്ടിരിക്കാത്ത ഒരു സംഗതിയാണ്. ചിലർക്കൊക്കെ അറിഞ്ഞിരിക്കും, ചിലർക്കൊക്കെ അത് ഫോളോ ചെയ്യാനും അത് അവസരം കിട്ടിക്കാണും, അതൊക്കെ വേറെ. ഇത് കൂടുതലും ഒരു അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് സീരീസ് ഓഫ് വീഡിയോസ് ഇതിനെക്കുറിച്ച് ചെയ്യണം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ടോപ്പിക് എന്തുവാ എന്ന് പറഞ്ഞാൽ, അതായത് ഫ്ലവർ റെമഡീസ്, അതാണ് ഇതിൻ്റെ ടോപ്പിക്. ഫ്ലവർ റെമഡീസ്. ഈ റെമഡി എന്ന് വെച്ചാൽ എന്തുവാ? ഒരു മരുന്ന് എന്നല്ല, മരുന്ന് പോലെ ഒരു സാധനം. അത് നമുക്ക് നമ്മുടെ അസുഖങ്ങളെയൊക്കെ മാറ്റാൻ ശക്തിയുള്ള ഒരു സാധനം. ഓക്കെ, മെഡിസിൻ എന്നും പറയാം. പക്ഷേ അത് മെഡിസിനായിട്ട് നമുക്ക് കരുതിയും കഴിക്കാം, അല്ലാതെയും അത് ഈ കെമിക്കൽ കൊണ്ട് ഉണ്ടാക്കുന്ന ഈ പാരസെറ്റമോൾ, ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ അല്ല. ഇതിൻ്റെ പേരിലേ ഉണ്ട് ഫ്ലവർ റെമഡീസ്. ഈ ഫ്ലവർ കൊണ്ട്, അതായത് പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയ മാറ്റുമരുന്നുകളാണ്. ഓക്കെ, അതാണ് ഫ്ലവർ റെമഡീസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഫ്ലവർ റെമഡീസിൻ്റെ ആദ്യത്തെ തുടക്കം എവിടാ, ആരാണ് ഇത് കണ്ടുപിടിച്ചത്, എന്തുവാ എന്നുള്ള സകല ഡീറ്റെയിൽസും എനിക്കറിയാവുന്നതെല്ലാം നിങ്ങളോട് പങ്കിടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ കുറേശ്ശെ എല്ലാ വീഡിയോസിലും ഓരോന്നായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് വരാം. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്ന് ബയോഗ്രാഫി ഓഫ് ഡോക്ടർ എഡ്വേർഡ് ബാക്ക്. അതായത് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഈ ഫ്ലവർ റെമഡീസ് കണ്ടുപിടിച്ച ആരാ? അദ്ദേഹത്തിൻ്റെ പേരാണ് ഡോക്ടർ എഡ്വേർഡ് ബാക്ക്. എഡ്വേർഡിൻ്റെ സ്പെല്ലിംഗ് അറിയാം, ബാക്ക് BACH ആണ്, BACH. അപ്പം ഇത് നെറ്റിലിട്ട് നോക്കിയപ്പം എങ്ങനെയാ ഉച്ചരിക്കേണ്ടത്, എങ്ങനെയാ പറയേണ്ടതെന്ന് നോക്കിയപ്പം എഡ്വേർഡ് ബാച്ച് എന്നാണ് ഇട്ടിരിക്കുന്നത്. അതായത് മാച്ച് എന്നുള്ള പോലെ ബാച്ച് എന്ന് പറയാം എന്ന് അതിനകത്തിട്ടിരിക്കുന്നു. പക്ഷേ ഞാൻ ഈ നമ്മുടെ നിത്യാനന്ദ ആശ്രമത്തിൽ, കാഞ്ഞങ്ങാട് നിത്യാനന്ദ ആശ്രമത്തിൽ 2-3 ദിവസം പോയി താമസിച്ചല്ലോ. രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ അതിൽ ഒരു ഫോറിനർ ഉണ്ടായിരുന്നു. അദ്ദേഹം 4:30 മണിക്ക് സ്വാമി നിത്യാനന്ദയുടെ അഭിഷേകമെല്ലാം കാണാൻ വരും. ഞാനും ഒരു പ്രാവശ്യം കരിക്കിൻ്റെ വെള്ളമൊക്കെ വെച്ച് അഭിഷേകം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. അപ്പം തൊട്ട് അദ്ദേഹവും അതിനകത്ത് വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ആരെടുത്തും മിണ്ടത്തില്ല. ഒരു ഈ ലാംഗ്വേജ് ഒരു പ്രോബ്ലമാണ്, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് മാത്രമേ അറിയാവൂ. എന്നാലും വേറെ എല്ലായിടത്തും ഒരു ചിരിച്ച മുഖം. പക്ഷേ കറക്റ്റ് സമയത്തിന് വരും, ഒറ്റയ്ക്കിരിക്കും, കഴിക്കും, പോകും. എവിടെയും ഉണ്ട് ആൾ. പക്ഷേ ആരെടുത്തും സംസാരിക്കത്തില്ല. സർവ്വകാലം ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ കുറച്ചൊന്ന് കണ്ടു, പിന്നെ ചിരിച്ചു, പിന്നെ പരിചയപ്പെട്ടു. ഞാനായിട്ട് അങ്ങോട്ട് പോയി പരിചയപ്പെട്ടു. അപ്പോൾ അങ്ങേര് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. സിഡ്നി എന്നുള്ള സ്ഥലത്തു നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനും ഓസ്ട്രേലിയയ്ക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം അങ്ങനെ ഒരു ചെറിയ ലിങ്ക് ഉണ്ടായി. പിന്നെ ഞാൻ ഇംഗ്ലീഷിൽ അറിയാവുന്നതുകൊണ്ട് നല്ലപോലെ സംസാരിച്ചു. അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് വന്ന് സ്വാമി ചിന്മയാനന്ദയുടെ ഭഗവത്ഗീത. ഒരു 5 നിമിഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ചാൽ ഈ ചിന്മയാനന്ദയുടെ ഭഗവത്ഗീതയെക്കുറിച്ച് പറയാതിരിക്കത്തില്ല. എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഞങ്ങൾ കണ്ടു, സംസാരിച്ചു, അങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. നിങ്ങൾ എന്തുവാ വീഡിയോ ഒക്കെ എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പം അങ്ങനെ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ
ഏപ്രിൽ 14 വിഷുവിൻ്റെ അന്നാണ് ട്രിവാൻഡ്രത്തു നിന്ന് സിഡ്നിക്ക് ഫ്ലൈറ്റ് എടുക്കുന്നത്. അങ്ങനെ ഞാനും ട്രിവാൻഡ്രത്താന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വീട്ടിൽ വിളിച്ചു. അപ്പോൾ 2 ദിവസം അദ്ദേഹത്തിന് നല്ല ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് കൊടുത്തു. ഹോട്ടലിൽ തന്നെ അന്ന് ഭക്ഷണം കഴിച്ചു. വിഷുവിൻ്റെ അന്ന് നല്ല സദ്യ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഓർഡർ ചെയ്തിരുന്നു. നേരത്തെ ബുക്ക് ചെയ്തിരുന്നു, ടേബിൾ വരെ ബുക്ക് ചെയ്തിട്ടിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പോയി അതേ വലിയൊരു ഹോട്ടലിലാണ് ബുക്ക് ചെയ്ത് കൊടുത്തത്, തമ്പാനൂരിൽ, അവിടെ തന്നെ. അപ്പോൾ അദ്ദേഹത്തിനെ പിന്നെ ഞാൻ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വന്നു. എന്നുവെച്ചാൽ വീട്ടിൽ നിന്ന് വേണം വൈകുന്നേരം എയർപോർട്ടിൽ കൊണ്ടുവിടാൻ. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം എൻ്റെ കയ്യിൽ കുറേ ഈ മരുന്നുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞപ്പം എഡ്വേർഡ് ബാക്ക് എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. ഇംഗ്ലണ്ടിൽ ബാക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഉച്ചരിക്കുന്നത്. ബാച്ച് എന്ന് പറയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ബാക്കാണെങ്കിലും ശരി, ബാച്ചാണെങ്കിലും ശരി, നമുക്ക് ഏത് സൗകര്യമോ അങ്ങനെ പറയുക. പേരിൽ വലിയ വ്യത്യാസം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതും എസ്പെഷ്യലി ഒരു ഫോറിൻ നെയിമായ കൊണ്ട് ഏതാണെങ്കിലും സാരമില്ല. ഓക്കെ. അപ്പം ഇത് ഈ ഫ്ലവർ റെമഡീസ് എന്ന് പറയുന്ന കാര്യം എനിക്ക് മുമ്പൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ ഈ ഒരു 2022 അതായത് ഈ ആത്മീയതയിൽ ഫുൾ ഫ്ലെജ്ഡായിട്ട് ഇറങ്ങി ഓരോ ഗുരുവിനെയായിട്ട് പോയി കണ്ട് താമസിച്ച് പഠിച്ച് എടുത്തു വന്നുകൊണ്ടിരുന്നപ്പം ഈ ഓൺലൈനിൽ ഫ്ലവർ റെമഡീസിനെ കുറിച്ചുള്ള ഒരു 2-3 അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ടു. അത് ഇട്ടിരുന്നത് ഡോക്ടർ ശേഷാദ്രി എന്ന് പറഞ്ഞ ഒരു ആൾ തമിഴ്നാട്ടിൽ ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നു, ഫ്ലവർ റെമഡീസിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നു എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, അതിനെ പോയി ഞാൻ നല്ലപോലെ തേടി നോക്കിയപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻ്റർനെറ്റിൽ പോയി നോക്കിയപ്പം അത് നല്ല ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഓൺലൈൻ ക്ലാസ്സായിരുന്നു. ഓൺലൈൻ ക്ലാസ് ചേർന്നു. അത് എന്നാണോ 25/9/2023 ഇതാണ് അതിൻ്റെ ബുക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഏത് നോട്ട്സ് എടുത്താലും ഞാൻ ഡയറിയിൽ ഇതുപോലത്തെ കുറേ ഡയറികൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആ ഡയറിയിലേ എഴുതത്തുള്ളൂ. വെറുതെ പേപ്പറിലെ ഫയലിലൊക്കെ ഇട്ട് വെച്ചാൽ ശരിയാവത്തില്ല. അപ്പം ഇതിൽ നിന്ന് ഒരു ഡയറി എടുത്ത്, അപ്പോൾ 25 ഫ്ലവർ മെഡിസിൻസ് എന്നാണ് അതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. 25/9/2023 ആദ്യത്തെ ക്ലാസ്. ആ ക്ലാസ് നടത്തുന്ന സാറിൻ്റെ പേരാണ് ഡോക്ടർ ശേഷാദ്രി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് 10,000 റുപ്പീസോ എങ്ങാണ്ടാണ്. ഒരു 3 മാസത്തെ കോഴ്സാണ്. 10,000 പൈസ അടച്ച് എല്ലാം റെഡിയായി. ആദ്യത്തെ ക്ലാസ് തൊട്ട് എല്ലാ ക്ലാസ്സും ഒരുവിധം അറ്റൻഡ് ചെയ്തു. ഒരാഴ്ചയിൽ 2 ദിവസം 7 തൊട്ട് 8:30 വരെ, 8:30-9 വരെ പോകും. ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളപ്പോൾ 9 വരെ പോകും. അങ്ങനെ അപ്പം അതിൽ ഞാൻ ഫുൾ ഫ്ലെജ്ഡായിട്ട് എല്ലാ കാര്യവും പഠിച്ചെടുത്ത് സകല നോട്ട്സും ഇതിനകത്ത് ഈ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ ഫ്ലവർ റെമഡീസ് അല്ലെങ്കിൽ ഫ്ലവർ മെഡിസിൻസ്, അതായത് ഫ്ലവർ റെമഡീസിനെ മെഡിസിൻസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് പറഞ്ഞു തരണം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചപ്പം ആദ്യം തൊട്ട് തന്നെ തുടങ്ങാം. അതായത് ഡോക്ടർ എഡ്വേർഡ് ബാച്ച്, ഈ ഡോക്ടർ ശേഷാദ്രി ബാച്ച് എന്നാണ് പറയുന്നത്. അങ്ങനെ കുറേ നാളുകൊണ്ട് ഈ ബാച്ച് എന്നാണ്, ബാച്ച് റെമഡീസ്, ബാച്ച് ഫ്ലവേഴ്സ്, അങ്ങനെയാണ് ഞാനും കേട്ടുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പം ഞാനും വിചാരിച്ചു എളുപ്പത്തിന് നമ്മൾ ബാച്ച് എന്ന് തന്നെ പറയാം. ഇനി ഇംഗ്ലണ്ടിലെങ്ങാനും പോവുകയാണെങ്കിൽ പോകുന്ന സമയത്ത് തിരുത്തിക്കോളാം, അവരുടെ അടുത്തും ചോദിച്ചിട്ട് ഒന്ന് തിരുത്തിക്കോളാം എന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പം ഇത് തുടക്കം മുതൽ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായാലേ ഇതിൻ്റെ മഹത്വം എന്തുവാന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ. ഇതിൻ്റെ ഹിസ്റ്ററി അറിയണം. ആരംഭം തൊട്ട് ഇതെങ്ങനെയാണ് വന്നത് എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫുൾ അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഡോക്ടർ എഡ്വേർഡ് ബാച്ചിൻ്റെ ബയോഗ്രാഫിയാണ്. ബയോഗ്രാഫി എന്ന് വെച്ചാൽ ലൈഫ് ഹിസ്റ്ററി, എവിടെ ജനിച്ചു, എന്തോ ചെയ്തു, എങ്ങനെ വന്നു, അത് തൊട്ട് നമുക്ക് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഫുൾ മീനിങ്, അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പം ഡോക്ടർ എഡ്വേർഡ് ബാച്ച് എന്ന് പറയുന്നത് UK ലണ്ടനിൽ
യു കെയിൽ ഇംഗ്ലണ്ടിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. അങ്ങേര് ഡോക്ടറാണ്, ഇംഗ്ലീഷ് ഫിസീഷ്യൻ വെച്ചാൽ MBBS പഠിച്ചത് ഡോക്ടറാണ്. ബാക്ടീരിയോളജിസ്റ്റാണ്. ബാക്ടീരിയോളജിസ്റ്റ് എന്ന് വെച്ചാൽ ഈ ബാക്ടീരിയ അസുഖമൊക്കെ കൊണ്ടുവരുന്ന ബാക്ടീരിയയെക്കുറിച്ച് പഠിക്കുന്ന ബാക്ടീരിയോളജിസ്റ്റാണ്. ഹോമിയോപ്പതിയാണ്, ഒരു ഹോമിയോപ്പത്ത് ആണ്. ഈ വേറെയും പല കാര്യങ്ങളൊക്കെ MBBS റിലേറ്റഡായിട്ട് പഠിച്ചിട്ടുണ്ട്. ഒരു സ്പിരിച്വൽ ഹീലറും കൂടാണ്. അതിനാണ് ഞാൻ പറയുന്നത്, നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഒന്ന് ശോഭിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ സ്പിരിച്വാലിറ്റിയും ആത്മീയതയും കൂടെ കലർന്നിരിക്കണം. അപ്പോഴേ അതിനൊരു ഫുൾനെസ് കിട്ടത്തുള്ളൂ, ഒരു കംപ്ലീറ്റ് ഒരു ഫുൾനെസ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഒരു സ്പിരിച്വൽ ഹീലറും കൂടാണ്. ഇദ്ദേഹമാണ് ഈ ബാച്ച് ഫ്ലവർ റെമഡീസ് എന്ന് കുറച്ച് സാധനങ്ങൾ കണ്ടുപിടിച്ചത്, മരുന്നുകൾ കണ്ടുപിടിച്ചു. അതായത് ഇദ്ദേഹം സെപ്റ്റംബർ 24, 1886 യു കെയിൽ ജനിച്ചതാണ്. ഓക്കെ, 86 ജനിച്ചു. അദ്ദേഹത്തിന് ജനിച്ചപ്പോഴേ വളരെ വീക്കായിട്ടാണ് ജനിച്ചത്. അപ്പോൾ ആൾക്കാർ പറഞ്ഞ് ഈ കൊച്ചു ഒരുപാട് നാളൊന്നും നിൽക്കത്തില്ല, മരിക്കും, അത്രയ്ക്ക് കെൽപ്പില്ല, ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു കൊച്ചായിരുന്നു. പക്ഷേ ആ കൊച്ച് വളർന്ന് വന്നപ്പം നല്ല മിടുക്കനായി, നല്ല ആരോഗ്യത്തോടു കൂടി മിടുക്കനായിട്ട് വളർന്നു വന്നു. ആ കൊച്ചിലെ 2 കാര്യങ്ങളാണ് വളരെ ഇഷ്ടം. ഒന്ന്, ഈ മറ്റവരുടെ കഷ്ടങ്ങൾ കാണുമ്പം സഹിക്കാൻ പറ്റത്തില്ല. അതായത് അസുഖം വരുന്നു, പല മനപ്രയാസങ്ങൾ കൊണ്ട് ആളുകൾ കഷ്ടപ്പെടുന്നത് കാണുമ്പം ഈ കൊച്ചിന് സഹിക്കാനേ പറ്റില്ല. കൂടുതലും ഈ അസുഖങ്ങൾ കൊണ്ട് ബാധിച്ച് കഷ്ടപ്പെടുന്നവരെ കാണുമ്പം ഈ കൊച്ചിന് മനസ്സ് താങ്ങത്തില്ല, സഹിക്കാനൊക്കത്തില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നേച്ചറോടുകൂടി, അതായത് പ്രകൃതിയോടുകൂടി ഇണങ്ങിയ ഒരു ജീവിതമാണ് ആ കൊച്ചിലേ ഇഷ്ടം. വെളിയിലിങ്ങനെ കുറേ നേരം നടക്കും, ചെടിയുടെ കൂടെ സംസാരിക്കും, പൂക്കളുടെ കൂടെ സംസാരിക്കും. അങ്ങനെ ഇത് രണ്ടുമാണ് ആ കൊച്ചിന് ഉള്ള ഒരു സ്പെഷ്യൽ സ്വഭാവം. സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് കുറച്ച് വലിയ പയ്യനായപ്പം, മൂത്ത പയ്യനായതുകൊണ്ട്, കുടുംബത്തിലെ മൂത്ത തലച്ചനായതുകൊണ്ട് അച്ഛൻ്റെ ഈ ബ്രാസ് ഫൗണ്ടറി, അതായത് അവരുടെ അച്ഛൻ വന്ന് ഈ പിച്ചള കൊണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതാണ് ഫൗണ്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രാസ് ഫൗണ്ടറി പിച്ചള സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇത് കട എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല, ഒരു ഇത് വെച്ചുകൊണ്ടിരുന്നു, ഫൗണ്ടറി. അതിനകത്ത് ഈ പയ്യനും കൂടെ അച്ഛനെ സഹായിക്കാൻ വേണ്ടി കയറി. ഒരു 3 വർഷം അതിനകത്ത് ജോലി ചെയ്തു. പക്ഷേ അതിനകത്ത് ഒന്നും മനസ്സ് ലയിക്കുന്നില്ല. കൊച്ചിലേ ഇവന് നീ എന്തോ ആകണം എന്ന് ചോദിക്കുമ്പം ഞാൻ ഡോക്ടറാവണം എന്നാണ് പറയുന്നത്. എന്തിനാണ് ഡോക്ടറാവണമെന്ന് വിചാരിച്ചാൽ ആളുകളൊക്കെ കഷ്ടപ്പെടുന്നു, അവരുടെ കഷ്ടങ്ങളെയൊക്കെ എനിക്ക് മാറ്റണം, അതാണ് കൊച്ചിൻ്റെ മനസ്സിൽ കിടന്ന ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ആഗ്രഹമുള്ള ഒരു പയ്യന് ഈ ഫൗണ്ടറിയിലൊക്കെ കൊണ്ടിടുമ്പോഴേ അത് ശരിയാവത്തില്ല. അങ്ങനെ 2-3 വർഷം ജോലി ചെയ്തിട്ട് MBBS ചേരാൻ നോക്കി. MBBS കിട്ടി. അങ്ങനെ ഫിസിഷ്യനായിട്ട് 5 വർഷം പഠിച്ചു. 1 വർഷം ഹൗസ് സർജനായി, 6 വർഷം പഠിച്ചു. എവിടാ പഠിച്ചേ? യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്പിറ്റൽ, ലണ്ടൻ. യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്പിറ്റലിൻ്റെ ലണ്ടനിലുള്ള യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്പിറ്റലിൽ പഠിച്ചു. പിന്നെ ഡിപ്ലോമ ഓഫ് പബ്ലിക് ഹെൽത്ത്, പബ്ലിക് ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു ഡിപ്ലോമ പഠനവും നടത്തി. അത് ഇവിടെ കേംബ്രിഡ്ജിലാണ് പഠിച്ചെടുത്തത്.
ഓക്കെ, കേംബ്രിഡ്ജ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പം അവിടെ ഇപ്പോൾ UK ജനിച്ച് വളർന്നുകൊണ്ട് അവർക്ക് അതൊക്കെ എളുപ്പത്തിൽ കിട്ടും. അതുകൊണ്ട് അങ്ങനെ അവിടെ പഠിച്ചെടുത്തു. ഹൗസ് സർജനായിട്ടിരുന്നു. പിന്നെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറായിട്ട് അതേ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. ബാക്ടീരിയോളജിസ്റ്റായിട്ട് പാത്തോളജിസ്റ്റ് ബാക്ടീരിയോളജിസ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്തുവാന്ന് വെച്ചാൽ ഈ അസുഖം വരുന്നതിൻ്റെ കാരണം എന്തുവാ, അതിന് എന്ത് ബാക്ടീരിയ ആണ് കാരണം. ഇപ്പം സോർ ത്രോട്ട് വരുന്നു, ജലദോഷം വരുന്നു, എന്തുകൊണ്ട്, വൈറസ് ആണോ ബാക്ടീരിയ ആണോ, ബാക്ടീരിയ ആണെങ്കിൽ എന്ത് ബാക്ടീരിയ, അതിനെ എങ്ങനെ കൾച്ചർ ചെയ്യും, അതിനെങ്ങനെ മരുന്ന് കണ്ടുപിടിക്കും, ആൻറ്റിബയോട്ടിക്സ് എങ്ങനെ കണ്ടുപിടിക്കും, അങ്ങനത്തെ ഗവേഷണങ്ങൾ നടത്തുന്നതാണ് ഒരു പാത്തോളജിസ്റ്റ് അല്ലെങ്കിൽ ബാക്ടീരിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ റിസർച്ചൊക്കെ ചെയ്തു അങ്ങനെ ഒരുവിധം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അദ്ദേഹം ഒരു 1914 തൊട്ട് 18 വരെ MBBS ഡോക്ടറായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അതിൽ അദ്ദേഹത്തിന് ഒരു തൃപ്തിയില്ല. അലോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഒരു തൃപ്തി കണ്ടെത്തിയില്ല. അങ്ങനെ പതുക്കെ ഹോമിയോപ്പതിയിലോട്ട് മാറി. അപ്പം 1919 തൊട്ട് ഏകദേശം 1930 വരെ, ഏകദേശം 20-30 ഒരു 11 വർഷം ഹോമിയോപ്പതി ഡോക്ടറായിട്ടും അദ്ദേഹം വർക്ക് ചെയ്തു. ഹോമിയോപ്പതിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടായി. എന്നുവെച്ചാൽ ഈ അലോപ്പതിയെക്കാട്ടിലും ഹോമിയോപ്പതി കുറിച്ച് അറിഞ്ഞപ്പം ഇത് ബെറ്ററാണല്ലോ എന്നുള്ള കാര്യം. ഇതിൽ എന്തുവാന്ന് വെച്ചാൽ ഈ ഡോക്ടറായിട്ട് MBBS ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പം ഈ ആളുകൾ വരുമ്പം അവർക്ക് ഓപ്പറേഷൻ ചെയ്യുന്നു, വെട്ടുന്നു, കീറുന്നു, രക്തം വരുന്നു, അവർ കടന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോയപ്പം ഒരു കൊച്ച് കടന്ന് വിളിക്കുന്നു, എന്നെ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ, എനിക്ക് അസുഖം മാറിയില്ലെങ്കിലും സാരമില്ല, എന്നെ ഇങ്ങനെയൊക്കെ സിരഞ്ചൊക്കെ വെച്ച് കുത്തല്ലേ എന്ന് കടന്ന് വിളിക്കുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പം ഇദ്ദേഹത്തിന് ഒരു ഇളകിയ മനസ്സാണല്ലോ. കൊച്ചിലേ തൊട്ടേ ആളുകളുടെ കഷ്ടം കാണുമ്പം തൻ്റെ കഷ്ടമായിട്ട് വിചാരിച്ച് മനപ്രയാസപ്പെടുന്ന ഒരു കൂട്ടത്തിലായതുകൊണ്ട്, അത്രയും ഇളകിയ മനസ്സായതുകൊണ്ട് ഈ കൊച്ചു കിടന്ന് കഷ്ടപ്പെടുന്നത് കൊണ്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കാനാണ് ആ കൊച്ചു കിടന്ന് വിളിക്കുന്നത്. അതുപോലും ഇദ്ദേഹത്തിന് മനസ്സുകൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, നമ്മൾ എന്തിന് മനുഷ്യർക്ക് അസുഖം പിടിച്ച് വരുന്നു, ഒന്നാമത് അസുഖം കൊണ്ട് മനപ്രയാസം അവർക്ക്, അതിന് കാശ് ചിലവാകുന്നു എന്നുള്ള പ്രയാസം. എന്താ വെച്ചാൽ അക്കാലത്തൊന്നും ആരുടെടുത്തും വലിയ കാശൊന്നും ഇല്ല. അപ്പം കാശിന് വേണ്ടി അവർ കഷ്ടപ്പെടുന്നു. അവർ ജീവനെയും വെച്ച് ജീവൻ മരണം പോരാട്ടത്തിലാണ് അവർ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അതിനു മീതെ പിന്നെ അവരുടെ പുണ്ണുള്ള സ്ഥലത്തും അസുഖമുള്ള സ്ഥലത്തും വെട്ടി കീറി രക്തമൊക്കെ ഒലിച്ച് അതിന് മരുന്ന് വെച്ച് പഴുത്ത് അതുകൊണ്ട് ഇൻഫെക്ഷനായി മരിക്കുന്നു. ഇതൊക്കെ എന്തിന്? ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റിന് നമ്മൾ പോകരുത്. ആ കൊച്ചു കടന്ന് വിളിച്ചത് അദ്ദേഹത്തിനെ വല്ലാതെ മനസ്സിനെ ഇട്ട് അലട്ടി. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ട് കാര്യം എന്തുവാ? അവരെ വയ്യാതെ വരുന്നു. അപ്പം അവർക്ക് മനസ്സിനൊരു സുഖം കൊടുക്കുന്ന രീതിയിൽ ഗുണപ്പെടുത്താൻ നോക്കണം. അതിന് മുകളിലും അവർക്ക് ഒരു പ്രയാസം കൊടുക്കരുത് എന്നൊക്കെ ഒരുപാട് അദ്ദേഹം മനസ്സുകൊണ്ട് ചിന്തിച്ചു. ഓക്കെ, അങ്ങനെ ചിന്തിച്ച് ഒരു ബാക്ടീരിയൽ വാക്സിൻ ഉണ്ടാക്കി. ഹോമിയോപ്പതി രീതിയിൽ ബാക്ടീരിയ വെച്ചുകൊണ്ട് വാക്സിൻ ഉണ്ടാക്കി. അതാണ് ബാച്ച് നോസോഡ്സ് എന്ന് പറയും. അതായത് ഈ വാക്സിനേഷൻ, ഈ അക്കാലത്ത് വാക്സിനേഷൻ എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് വലിയ ഒരു മെഡിക്കൽ ബ്രേക്ക് ത്രൂ എന്ന് പറയാം. ബ്രേക്ക് ത്രൂ എന്ന് വെച്ചാൽ വലിയ ഒരു സംഭവമായിരുന്നു. എന്നുവെച്ചാൽ ഈ വാക്സിൻ ഇട്ടാൽ പിന്നെ ആ അസുഖം വരത്തില്ല. അതും അക്കാലത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റിബയോട്ടിക്സ് ഒന്നുമില്ല. അപ്പം ഈ സ്മോൾ പോക്സ് ഒക്കെ വന്നാലേ ഈ ചിന്നമ്മ, പെരിയമ്മ, അമ്മ എന്ന് പറയത്തില്ലേ, അതുപോലെ ഈ സ്മോൾ പോക്സ് വന്ന് ലക്ഷക്കണക്കാന ആൾക്കാരൊക്കെ മരിക്കുന്നത്. അവരെയൊക്കെ കൊണ്ടുപോയി ഒന്നിച്ചിട്ടാണ് കത്തിച്ച് കളയുന്നത്. അത്രയ്ക്ക് ഇൻഫെക്ഷ്യസ് ഡിസീസസ് കൂടി ഇരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നുവെച്ചാൽ മരുന്നുകളൊന്നും ഇല്ല. അതും ആളുകൾക്ക് ഒരാളിന് വന്നാൽ 10 പേർക്ക് അങ്ങ് പരവും. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്നാണ് അതിൻ്റെ പേര്. ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറയും.
അങ്ങനെയുള്ളപ്പം വീട്ടിൽ ഒരാളിന് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വരും, അത് അടുത്ത വീട്ടിലുള്ളവർക്ക് വരും, ഓപ്പോസിറ്റിലുള്ളവർക്ക് വരും. അങ്ങനെ എല്ലാവരും ചത്ത് പോകുമായിരുന്നു. അങ്ങനെ ഉള്ളപ്പോഴാണ് ഈ വാക്സിനൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹവും ആ വാക്സിൻ കണ്ടുപിടിക്കാനും അതിനു വേണ്ടിയും ഒരുപാട് സമയം ഗവേഷണം നടത്തി, സമയം ചെലവിട്ടു. ഓക്കെ, ഇപ്പം പിന്നെ ഇത്രയും നല്ല വാക്സിനൊക്കെ കണ്ടുപിടിച്ചു. അദ്ദേഹം കണ്ടുപിടിച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കൗപോക്സ് എന്ന്, അതായത് ഈ പശുക്കൾക്കൊക്കെ നമുക്ക് വരുന്ന ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ് എന്ന് പറയുന്നില്ല, അതുപോലെ ഈ പശുക്കറവകൾക്ക് അസുഖം വരും. അതിനെ കൗപോക്സ് എന്ന് പറയും. ഇപ്പം ഈ മാട്ടിൻ്റെ കൂടെ ഇടപഴകുന്ന ആൾക്കാർക്ക് ഈ കൗപോക്സ് വന്ന മാടുകളെയും അവർ നോക്കണമല്ലോ. വീട്ടിൽ പശുക്കറവ ഉണ്ടെങ്കിൽ എല്ലാത്തിനെയും നോക്കി ആകണമല്ലോ. അപ്പം അതിൻ്റെ കൂടെ ഇടപഴകി അതിൻ്റെ ചാണകം എടുത്ത് അതിൻ്റെ കൂടെ തൊട്ട് നിന്ന് അടുത്ത് നിന്ന് ഈ കൗപോക്സ് അവർക്കും പരവും. അങ്ങനെ കൗപോക്സ് വരുന്നവർക്ക് സ്മോൾ പോക്സ് വരാറില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കണ്ടുപിടുത്തം. അപ്പം ഈ കൗപോക്സിലുള്ളത് എന്തോ അവരുടെ ദേഹത്ത് കയറുന്നു. അപ്പം അവർക്ക് ഈ സ്മോൾ പോക്സ് വരാത്ത രീതിയിൽ ദേഹത്തിന് ഒരു പ്രതിരോധ ശക്തി, ഇമ്മ്യൂണിറ്റി ഉണ്ടാകുന്നു. അപ്പം അതിനും എന്തോ കണക്ഷനുണ്ട് എന്നൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തി ഇദ്ദേഹം കുറച്ച് വാക്സിൻസൊക്കെ കണ്ടുപിടിച്ചു. നേരത്തെയും വാക്സിൻ കണ്ടുപിടിച്ചതേ ഒരു വലിയ മെഡിക്കൽ ബ്രേക്ക് ത്രൂ എന്നാണ് നമ്മൾ അറിയുന്നത്. അത് സത്യത്തിലും ഉള്ളത് അതാണ്. എന്നുവെച്ചാൽ എത്രയോ ലക്ഷക്കണക്കാன ആൾക്കാർ മരിക്കുന്നിടത്ത് ഒരു വാക്സിൻ കണ്ടുപിടിച്ച് ആ വാക്സിനെ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ആ അസുഖം വരുന്നില്ല എന്നറിയുമ്പം എന്തു വലിയ ഒരു മനസ്സമാധാനമാണ്, ഒരു റിലീഫാണ് കിട്ടുന്നത്, ഇല്ലയോ? അപ്പോൾ നമ്മൾ ഇക്കാലത്തുള്ള കാര്യങ്ങളിലോ ഈ കണ്ണോട്ടത്തോടെ നമ്മൾ നോക്കരുത്. അക്കാലത്ത് ഒരു മെഡിക്കൽ ഫെസിലിറ്റീസും ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വേൾഡ് വാർ 1, വേൾഡ് വാർ 2, അതിന് മുമ്പേ. അതുമാത്രമല്ല ഓരോ കൺട്രിക്കും ഇഷ്ടംപോലെ വാറുകൾ അങ്ങനെയൊക്കെ നടക്കുമ്പം എത്ര ആൾക്കാരാണ് മരിക്കുന്നത്. ഒരു വീട്ടിൽ ഒരു അമ്മയ്ക്കും അച്ഛനും 15, 16 പെറ്റിട്ടും കാര്യമില്ല. അതിൽ 1, 2 ആയിരിക്കും ഒടുക്കം വരെ നല്ല രീതിയിൽ ജീവിക്കുന്നത്. ബാക്കിയെല്ലാം അസുഖം വന്ന് മരിക്കും. അതുമാത്രമല്ല ഈ ചണ്ടയൊക്കെ വരുമ്പം ഈ വാർ ഫ്രണ്ടിൽ പോകണം, ആണുങ്ങളെല്ലാവരും പോയിരിക്കണം, അതിൽ യാതൊരു എക്സെപ്ഷനും ഇല്ല, എല്ലാവരും പോയിരിക്കണം. അങ്ങനെയൊക്കെ വരുമ്പം അതിൽ കുറേ മരിക്കും, കൈ പോകും, കാല് പോകും, കണ്ണ് പോകും. ഇങ്ങനെയൊക്കെ പാടും ദുരിതമുള്ള ഒരു ജീവിതമായിരുന്നു ആ സമയത്തൊക്കെ. ഓക്കെ, അങ്ങനെ ഇരുന്നപ്പം ഇദ്ദേഹത്തിന് ഈ അസുഖങ്ങളെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തണമല്ലോ എന്ന് തോന്നി. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു അസുഖം നമുക്ക് വരുന്നത് നമ്മുടെ ദേഹത്തിനും മൈൻഡിനുമുള്ള ഡിസ്ഹാർമണി എന്ന് വെച്ചാൽ സ്വരച്ചേർച്ച ഇല്ലാത്തത്. അതായത് ഹാർമോണിയസ് ലൈഫ് എന്ന് പറഞ്ഞാൽ സ്വരച്ചേർച്ചയോടുകൂടി പോകുന്നത്. അതായത് മനസ്സ് പറയുന്നത് ദേഹം കേൾക്കും, ദേഹം പറയുന്നത് മനസ്സ് കേൾക്കും. അപ്പം ദർ ഇസ് ഹാർമണി ബിറ്റ്വീൻ ബോഡി ആൻഡ് മൈൻഡ്. അപ്പം എപ്പം ഈ ബോഡി ആൻഡ് മൈൻഡിൻ്റെ ഇടയിലുള്ള ഹാർമണി തകിടം മറിയുന്നോ, താളം തെറ്റുന്നോ, അപ്പം അസുഖങ്ങൾ വരുന്നു എന്നുള്ളത് നല്ല രീതിയിൽ ഇദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം ഇദ്ദേഹം എന്തോ പറയുന്നത്, ഈ MBBS ഡോക്ടറായിരുന്നാലും ശരി, നമ്മൾ ഈ സിംറ്റത്തിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. സിംറ്റം എന്ന് വെച്ചാൽ എന്തുവാ? തലവേദന, കാലുവേദന, കൈവേദന, മുട്ടുവേദന. അപ്പോൾ വേദനയ്ക്കാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. അപ്പം എഡ്വേർഡ് ബാച്ച് എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, ഈ വെറുതെ വെളിയിലുള്ള സിംറ്റംസിനെ മാത്രം മരുന്ന് കൊടുത്ത് മാറ്റിയിട്ട് കാര്യമില്ല. അതിൻ്റെ റൂട്ട് കാസ് കണ്ടുപിടിക്കണം. റൂട്ട് കാസ് എന്ന് വെച്ചാൽ എന്തുവാ? അതിൻ്റെ മൂലം, അതിൻ്റെ വേര് എവിടുന്നാന്ന് കണ്ടുപിടിക്കണം. മിക്കവാറും ഈ ദേഹത്ത് വരുന്ന അസുഖങ്ങൾക്കെല്ലാം മൂലകാരണം മനസ്സിൽ ഉണ്ടാകുന്ന ക്ഷതങ്ങളാണ്. പീസ് ഓഫ് മൈൻഡ് ഇല്ല. മനസ്സിലുണ്ടാകുന്ന പല വികാരങ്ങൾ കൊണ്ട്, നെഗറ്റീവ് ഫീലിങ്സ്, നെഗറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവ് തോട്ട്സ്,
എല്ലാം നെഗറ്റീവായിട്ട് പോകുമ്പോഴാണ് കുറേ നാൾ അങ്ങനെ ഇരിക്കുമ്പം അത് പതുക്കെ പതുക്കെ ദേഹത്ത് പല അസുഖങ്ങളായിട്ട് മാറുന്നത്. സോ വെളി കാണുന്ന സിംറ്റം വെച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കരുത്. അതേപോലെ എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഒരു 4 രോഗികൾ മാറാത്ത തലവേദന എന്ന് വന്നാലും 4 പേർക്കും ഇപ്പം അലോപ്പതിയിൽ നമ്മൾ എന്തോ ചെയ്യുന്നത്, 4 പേർക്കും പാരസെറ്റമോൾ പിടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എഴുതി കൊടുക്കും. കോമൺ ആണ്. 4 പേരുടെയും തലവേദനയ്ക്ക് ഒരേ മരുന്നാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. പക്ഷേ ഇദ്ദേഹം എന്തുവാ പറയുന്നത്, 4 പേരുടെ തലവേദനയ്ക്കും 4 കാരണങ്ങളായിരിക്കും. അപ്പം ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായിട്ട് നമ്മൾ കണ്ട് അവരുടെ കാര്യങ്ങൾ ഹിസ്റ്ററിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഓരോരുത്തർക്കും തലവേദനയ്ക്കുള്ള കാരണം കണ്ടുപിടിച്ച് അവിടെ വേണം നമ്മൾ അടിക്കാൻ. അല്ലാതെ 4 പേർക്കും ഒരേപോലെ ഒരേ മരുന്ന് എഴുതി കൊടുത്ത് ശരിയാവത്തില്ല. അതുമാത്രമല്ല, ആ സിംറ്റമിന് മാത്രം മരുന്നിട്ടിട്ട് കാര്യമില്ല, ഒട്ടുമൊത്തം ദേഹത്തിനും മനസ്സിനും. അതാണ് ഹോളിസ്റ്റിക് അപ്രോച്ച്. ഇപ്പോൾ കയ്യിലൊരു പുണ്ണുണ്ട്, ആ പുണ്ണിനെ മാത്രം കാണുക, പുണ്ണിനെ മാത്രം തടവി തുടച്ച് നീറ്റാക്കി മരുന്നിട്ട് അയക്കുക. അത് ലോക്കലൈസ്ഡ് ട്രീറ്റ്മെൻറ്റാണ്. ഈ കയ്യിലുള്ള പുണ്ണിന് മാത്രമുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ അലോപ്പതിയിൽ കൊടുക്കുന്നത്. പക്ഷേ ഈ പുണ്ണ് വരാൻ കാരണം എന്തുവാ? പോരാത്തിന് അദ്ദേഹം പാത്തോളജിസ്റ്റാണ്, ബാക്ടീരിയോളജിസ്റ്റാണ്, MBBS ഡോക്ടറാണ്. അപ്പം ഇതിൻ്റെ റൂട്ട് കോസ് എന്തുവാന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് അവിടെ ചെന്ന് അടിക്കണമെന്നല്ലാതെ അവിടെ അടിച്ചാൽ ഇതിൽ ഒന്നുമേ നിങ്ങൾ ചെയ്യണ്ട, ഇത് തന്നെത്താനെ മാറും എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഓക്കെ, അപ്പം ഡോണ്ട് യു ട്രീറ്റ് ദ പേഷ്യൻറ്റ് നോട്ട് ദ ഇൽനെസ്. അങ്ങനെ എന്തോ അർത്ഥം? പേഷ്യൻറ്റിനെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അതായത് ഓരോ വ്യക്തിക്കും വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് വ്യക്തിപരമായിട്ട് പേഷ്യൻറ്റിനെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്നല്ലാതെ ഇൽനെസ് എന്ന് വെച്ചാൽ തലവേദന അല്ലെങ്കിൽ നടുവേദന അല്ലെങ്കിൽ മുട്ടുവേദന, ഈ ഒരു മുട്ടുവേദനയ്ക്ക് മരുന്ന് എഴുതി കൊടുത്തിട്ട് കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുമാത്രമല്ല, 2 കാര്യം, നേച്ചർ ലവറായിരുന്നു, പ്രകൃതിയോട് എത്ര ദൂരം ഒന്നിച്ച് അലിഞ്ഞു ചേർന്ന് ജീവിതം നടത്താമോ അത്രയ്ക്ക് നമുക്ക് അസുഖങ്ങൾ വരത്തില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അതുമാത്രമല്ല, അദ്ദേഹം ഭയങ്കര സെൻസിറ്റീവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കൊച്ചു കടന്ന് ഇഞ്ചക്ഷന് വേണ്ടി വിളിച്ചതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനെയും മാറ്റിയത്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തി നമ്മൾ ഒരാളിനെ ചികിത്സിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം. ഹൈലി സെൻസിറ്റീവാണ്. പിന്നെ അദ്ദേഹം എന്താ ചെയ്യും, ഈ റോഡ് സൈഡ്, കൺട്രി സൈഡ് എന്ന് വെച്ചാൽ ഇംഗ്ലണ്ട് എന്നൊക്കെ പറയുമ്പോഴേ ഇവിടത്തേൻ്റെ കൂട്ടൊന്നും ജനസംഖ്യ കൂടുതലുള്ള സ്ഥലമല്ല. അങ്ങും ഇങ്ങും ഒക്കെ ആയിരിക്കും വീട്. അങ്ങനെയൊക്കെ നോക്കിയാൽ ഇപ്പോൾ ജപ്പാനിലൊക്കെ ഒരുവിധം നിറയെ വീടുകൾ വന്നു തുടങ്ങി. അപ്പോൾ അവിടെ ഇംഗ്ലണ്ടിലൊന്നും ഇപ്പോഴും വലിയ ജനസംഖ്യ ഉള്ള പോപ്പുലേഷൻ നിറഞ്ഞ സ്ഥലമല്ല. അപ്പോൾ ഒരു വീടിനെ ചുറ്റി ഒരുപാട് സ്ഥലം അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിലെ പഴയ തറവാടുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതുപോലെ ഇപ്പോഴാണ് കുരുകുരാന്ന് വീടുകൾ തൊട്ട് ഒരു കോമ്പൗണ്ട് വാളും ഇനിയൊരു കോമ്പൗണ്ട് വാളും ഒന്നിച്ചിരിക്കുന്ന പോലെ ഒരു വീട്, അല്ലാതെ ഫ്ലാറ്റുകൾ അങ്ങനെയൊക്കെ വന്നത്. അക്കാലത്ത് അങ്ങനെയൊന്നുമില്ല. അത് ഇംഗ്ലണ്ടിൽ അങ്ങനെയൊന്നുമില്ല. അപ്പം നല്ല ഒരു സ്ഥലമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ കൺട്രി സൈഡ്, അതായത് റോഡ് സൈഡ്, ഇങ്ങനെ ഔട്ട്സ്കേർട്സ്, അതായത് സിറ്റിയിൽ നിന്ന് വെളിയിൽ പുറത്ത് ഒരുപാട് ദൂരം നടക്കാനും അവിടുത്തെ ചെടികൊടികളെയൊക്കെ കാണാനും അതിൻ്റെ കൂടെ സംസാരിക്കാനും ഇദ്ദേഹത്തിന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്യും, ഒരു പൂവിനെ എടുത്ത് അതിൻ്റെ ഒരു പെറ്റലിനെ എടുത്ത് നാക്കിൽ വയ്ക്കും. നാക്കിൽ വെച്ച് കുറേ നേരം മിണ്ടാതിരിക്കും. അപ്പം ഇദ്ദേഹത്തിന് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ റിസർച്ച് തുടങ്ങിയത്. ഇപ്പോൾ പോരാത്തതിന് ഇദ്ദേഹം ഭയങ്കര സെൻസിറ്റീവാണ്. അതുകൊണ്ട്
ഒരു ഇതളിനെ, ഒരു പെറ്റലിനെ എടുത്ത് നാക്കിൽ വെച്ച് കുറേ നേരം ഇരിക്കുമ്പം അദ്ദേഹത്തെ എന്തൊക്കെയോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അതിനെ ഇങ്ങനെ കൂർന്ന് ഗവനിക്കും. അങ്ങനെയാണ് ഇദ്ദേഹം ഈ ഫ്ലവർ റെമഡീസ് എന്നുള്ള ഒരു പുതിയ ഒരു ചാപ്റ്ററിനെ കണ്ടുപിടിച്ചതും നമുക്കെല്ലാം തന്നിട്ട് പോയത്. ഓക്കെ, അതിനെക്കുറിച്ചെല്ലാം കൂടുതൽ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മഹത്വം എന്തുവാന്നുള്ളത് മനസ്സിലാകും. ഓക്കെ, പിന്നെ അങ്ങനെ പിന്നെ ഇനിയൊരു കാര്യം, ഇദ്ദേഹത്തിന് ഒരു സ്പിരിച്വൽ റിസർച്ചറിൻ്റെ ഒരു സാന്നിധ്യം കിട്ടി, ഒരു അടുപ്പം കിട്ടി. അതായത് അദ്ദേഹത്തിൻ്റെ പേര് റുഡോൾഫ് സ്റ്റെയ്നർ. അദ്ദേഹം ഈ റുഡോൾഫ് സ്റ്റെയ്നർ എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ റിസർച്ച് വർക്കർ, ഗവേഷണം നടത്തുന്ന, റിസർച്ച് ചെയ്യുന്ന സ്പിരിച്വൽ ആളാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഈ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ ഒരുപാട് മീറ്റിങ്സുകളിട്ട് സംസാരിക്കും. അതായത് ഒരു സ്പിരിച്വൽ ലീഡർ എന്ന് പറഞ്ഞാലേ അവരുടെ ജോലി എന്തുവാന്ന് വെച്ചാൽ കൂട്ടമായിട്ട് ആളുകളെ കൂട്ടിച്ചേർത്ത്, ഇങ്ങുള്ളവരെല്ലാം ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് പ്രസംഗിക്കുക, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതെല്ലാം മറ്റവർക്ക് പറഞ്ഞു കൊടുക്കുക. അതൊക്കെയാണ് ഒരു സ്പിരിച്വൽ ലീഡറിൻ്റെ, ഒരു സ്പിരിച്വൽ സ്പീക്കറിൻ്റെ, ഒരു റിസർച്ച് ചെയ്യുന്ന ഒരാളിൻ്റെ മനോഭാവം. അങ്ങനെ ഈ റുഡോൾഫ് സ്റ്റെയ്നർ എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ റിസർച്ചർ അടിക്കടി ഇംഗ്ലണ്ടിൽ പല സ്ഥലത്തും കയറി പല ഡോക്ടേഴ്സിനെയും വിളിച്ച് സംസാരിക്കും. അങ്ങനെ സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞത്, ഇതിൽ ആരോ ഒരാൾ ഈ പൂക്കളെ വെച്ച് ഒരുപാട് മരുന്നുകൾ കണ്ടുപിടിക്കും. ഈ പൂക്കൾ കൊണ്ട് മരുന്ന് തയ്യാറിച്ച് അതുകൊണ്ട് ചികിത്സിക്കുന്ന ഒരു കാലഘട്ടം അടുത്ത കാലത്ത് തന്നെ വരുന്നു. അതിലും ഒരാൾ നിങ്ങളുടെ ഇടയിൽ ആരോ ഒരാൾ ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് സ്പിരിച്വൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ സ്പിരിച്വലി ഇൻക്ലൈൻഡ് എന്ന് പറയുമ്പം ചിലപ്പം മൂന്നാം കണ്ണ് തുറന്ന ഒരാളായിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് വരാൻ പോകുന്നത് മുൻകൂട്ടിയെ കണ്ടിട്ടാണ്. അപ്പോൾ ആരാന്നൊന്നും അദ്ദേഹത്തിന് ഈ എഡ്വേർഡ് ബാച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അറിയാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യും, പല ഡോക്ടേഴ്സിൻ്റെയും കൂട്ടങ്ങളിൽ പോയി സംസാരിക്കും. ഒരു ചെടിയിൽ എഡ്വേർഡ് ബാച്ച് എന്തുവാ പറയുന്നത് വെച്ചാൽ, ഒരു ചെടിയിൽ ഫ്ലവറാണ് ഏറ്റവും നല്ല ഒരു പാർട്ട്. അപ്പോൾ ആ ഫ്ലവർ എന്ന് പറയുന്നത് ഫുൾ കോൺഷ്യസ്നെസ്, ആ ചെടിയുടെ എല്ലാ ശക്തികളും നിറഞ്ഞ ഒരു സംഭവമാണ് ഈ പൂ. അപ്പോൾ ആ പൂവ് കൊണ്ട് നമുക്ക് ചില റെമഡികൾ കണ്ടുപിടിച്ചാൽ, മാറ്റുമരുന്നുകൾ കണ്ടുപിടിച്ചാൽ, അത് കഴിക്കുമ്പം ഈ ഓപ്പറേഷൻ ഇല്ല, സർജറി ഇല്ല, ഇഞ്ചക്ഷൻ ഇല്ല, മേലുവേദനയില്ല, അതുകൊണ്ട് വരുന്ന ഇൻഫെക്ഷൻ, അതുകൊണ്ട് വരുന്ന മരണം, ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം. ഓക്കെ, അപ്പം 1900 അങ്ങനെ ഈ സ്പിരിച്വൽ റിസർച്ചർ റുഡോൾഫ് സ്റ്റെയ്നറിൻ്റെ ഇൻഫ്ലുവൻസ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് ഉണ്ടായി. ഒരാൾ ഇത്രയും വന്ന് സംസാരിക്കുന്നു, ഫ്ലവറിനെ കുറിച്ച്, ഒരു പൂവിൻ്റെ മഹിമയെക്കുറിച്ച് ഇത്രയും പറയുന്നു, ഓരോ ചെടിയിലും ഉണ്ടാകുന്ന പൂക്കളുടെ മഹിമയെക്കുറിച്ച് ഇവർ ഇത്രയും പറയുന്നു. ഇത് എന്തോ സത്യമുണ്ട്, അല്ലാതെ അങ്ങനെ പറയത്തില്ല. ഇത്രയും വലിയ ഒരു റിസർച്ച് ഗവേഷണം നടത്തുന്ന ഒരു ആൾ, ഇത്രയും വലിയ പോസ്റ്റിലിരിക്കുന്ന ഒരാൾ ചുമ്മാ കള്ളം പറയത്തില്ല, അതിലെന്തോ ഉണ്ട് എന്നൊക്കെ ഇദ്ദേഹവും അതേ ലൈനിൽ ചിന്തിക്കാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ അപ്പം അദ്ദേഹം കണ്ടുപിടിച്ച എന്താണെന്ന് വെച്ചാൽ, ഈ ആളുകളുടെ ഒരു സൊസൈറ്റിയിലെ ആളുകളുടെ മനോഭാവം എന്ന് പറയുന്നത് അപ്പം ആ ഭൂമിയിൽ നടക്കുന്ന സംഗതികൾക്ക് ഏറ്റ പോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അക്കാലത്ത് ഈ അക്കാലത്തും ആളുകൾ ജോലിക്ക് പോയി, ജോലി ചെയ്തു, കാശുണ്ടാക്കി കൊണ്ടുവന്നു, രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന ജോലിയും ചെയ്തു, അല്ലാതെ വ്യവസായം ചെയ്തു, പല ജോലികൾ ചെയ്താണ് അവരും കാശുണ്ടാക്കിയത്. അപ്പോൾ സത്യത്തിലും പറയാൻ പോയാൽ പണ്ടക്കാലത്ത് എന്ന് പറയുന്നത് നമ്മളെക്കാട്ടിലുമൊക്കെ ഒരുപാട്
കഷ്ടപ്പെടുന്ന ഒരു ജീവിതമായിരുന്നു. നമുക്ക് വന്ന് മിക്സിയിൽ ഒരു 2 മിനിറ്റ്സ് തേങ്ങ അരയ്ക്കാനിട്ട ക്ഷമയില്ല. 2 മിനിറ്റ്സ് തന്നെ വലിയ സമയമാകുന്നു എന്നുള്ള തോന്നൽ. അത് എനിക്കും അങ്ങനെ. പടയെന്ന് മാറ്റുക, ഉടനെ അത് ഈ മിക്സി കൊണ്ട് ജാറ് കൊണ്ട് വെച്ച ഉടനെ അത് ശരിയാകണം എന്നാണ്. അത് ഒരു 2 നിമിഷം പതുക്കെ 1 2 3 കുറേശ്ശെ മാറ്റി അരച്ച് എടുക്കാനുള്ള ക്ഷമ പോലും നമുക്കില്ല. അപ്പം ഇക്കാലഘട്ടത്ത് നമുക്കെല്ലാം സ്ട്രെസ്ഡാണ്, ക്ഷമയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രോബ്ലമാണ്. ഇങ്ങനെയൊക്കെ വരുമ്പം അതിൻ്റെ അർത്ഥം എന്തുവാ? ഇപ്പോഴത്തെ ഭൂമിയിലുള്ള കാലഘട്ടത്തിൻ്റെ പോക്കിനെയാണ് നമ്മൾ പ്രതിഫലിക്കുന്നത്. അപ്പം അതാണ് ഒരുപാട് പേര് ഇപ്പം പറയുന്നതും എഴുതുന്നതും ഒക്കെ. എന്തുവാ പറയുന്നത് വെച്ചാൽ, ദ വേൾഡ് ഈസ് അണ്ടർഗോയിങ് സം ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ മാറ്റങ്ങൾ. അപ്പോൾ ഈ ലോകം തന്നെ ഒരുപാട് മാറ്റങ്ങളിൽ കൂടെ കടന്നാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ആളുകളുടെ മെൻറ്റാലിറ്റിയിലും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജനറേഷൻ, അതിൻ്റെ മുമ്പിലത്തെ 2 ജനറേഷൻ ഞാൻ കണ്ടു, അതിൻ്റെ അടുത്ത 2 ജനറേഷനും കണ്ടു. എന്തോ ഒരു വ്യത്യാസം എല്ലാത്തിലും അത്രയും വ്യത്യാസമാണ്. ഇക്കാലത്തെ കൊച്ചുങ്ങളുടെ അടുത്തൊന്നും നമുക്കൊന്നും സംസാരിക്കാനേ പറ്റത്തില്ല, ഒന്നുമേ സംസാരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അവരുടെ അപ്രോച്ച് എന്ന് പറയുന്നത് ആ രീതിയിലാണ്. ഓക്കെ, അപ്പം ഈ ബാച്ച് എന്തോ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ, ഈ നെഗറ്റീവ് ഇമോഷൻസ്, ടോക്സിക് എന്ന് വെച്ചാൽ വിഷം. ഈ ടോക്സിക് ഇമോഷൻസ്, നെഗറ്റീവ് ഇമോഷൻസ് എന്തൊക്കെയാണ്? ഭയം, കുറ്റബോധം. ഈ ചക്ര ഹീലിങ്ങിൽ നമ്മൾ പഠിച്ചില്ലയോ? നെഗറ്റീവ് ഇമോഷൻസ്, ഒരു ചക്ര ബാലൻസ്ഡ് ആയിട്ടില്ലെങ്കിൽ എന്തൊക്കെ വരും, അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ നെഗറ്റീവ് ഇമോഷൻസ്, ടോക്സിക് ഇമോഷൻസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം അതുകൊണ്ടാണ് എഡ്വേർഡ് ബാച്ച് മരുന്നുകൾ കണ്ടുപിടിച്ചത്. അതും മരുന്നുകൾ ഇവിടെ മെയിനായിട്ട് പ്ലാന്റ് ബേസ്ഡ് മെഡിസിനാണ്. അതും പ്ലാന്റ് ബേസ്ഡ്, ഇപ്പോൾ സിദ്ധവൈദ്യത്തിലും പ്ലാന്റ് ബേസ്ഡാണ്, ആയുർവേദത്തിലും ഒരുപാട് പ്ലാന്റ് ബേസ്ഡാണ്. അപ്പോൾ ഈ എഡ്വേർഡ് ബാച്ചിൻ്റെ ഫ്ലവർ റെമഡീസിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ പറയെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പം ഈ ടോക്സിക് ഇമോഷൻസിനെ, അതായത് ഒരു മരുന്ന്, ഒരു ചെടിയുടെ ആ പൂവിൻ്റെ എക്സ്ട്രാക്റ്റ്, അതിൻ്റെ സത്തെടുത്ത് നമ്മൾ മരുന്നായിട്ട് കഴിക്കുമ്പം നമ്മളുടെ നമുക്ക് നല്ല സ്വഭാവം വരണോ ആ സ്വഭാവം വരും. അതായത് കറക്റ്റ് മരുന്നാണെങ്കിൽ ആ സ്വഭാവം വരും. ആ സ്വഭാവം വരുമ്പം അതിന് ഓപ്പോസിറ്റായിട്ടുള്ള നെഗറ്റീവ് ഇമോഷൻ തന്നെത്താനെ നമ്മളെ വിട്ടു പോകും എന്നാണ് പറയുന്നത്. ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. അതായത് ഫിയർ എന്ന് വെച്ചാൽ എന്തുവാ? ഭയം. എല്ലാവർക്കും ഭയം, തൊട്ടേനും പിടിച്ചതിനുമൊക്കെ ഭയം. അപ്പം ഏത് ചക്രയാ ശരിയില്ലാത്ത? ഫിയർ എന്ന് പറയുമ്പം മൂലാധാര ചക്ര ശരിയല്ല. ഇങ്ങനെ വേണം നമ്മൾ ലിങ്ക് ചെയ്ത് നോക്കാൻ. അപ്പോൾ മൂലാധാര ചക്ര ബാലൻസ്ഡ് ആയിട്ടില്ലാത്തവർക്കാണ് ഫിയർ. എന്നുവെച്ചാൽ മൂലാധാര ചക്ര എന്ന് പറയുന്നത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. അപ്പോൾ ആ ചക്ര ബാലൻസ് അല്ലെങ്കിൽ ഫിയർ, ആൻസൈറ്റി ഉണ്ടാകും. ഇപ്പം അതിന് തക്ക ബാച്ച് റെമഡി എടുത്താൽ ഫിയറിൻ്റെ ഓപ്പോസിറ്റ് എന്തുവാ? ധൈര്യം. ഭയം പോകും, ഭയം പോകണം. അപ്പം ആ മെഡിസിൻ കഴിക്കുമ്പം തന്നെത്താനെ നമുക്ക് ആഗ്രഹിക്കുന്ന ആ വെർച്യു കിട്ടും. വെർച്യു എന്ന് വെച്ചാൽ ഗുണം കിട്ടും. എന്തൊരു ഗുണം? ഈ അടിയോടെ ഒട്ടുമൊത്തത്തിൽ ഈ ഭയം എന്നെ വിട്ട് പോകണം. ഈ നശിച്ച ഈ ഭയമാണ് എന്നെ എല്ലായിടത്തും ശോഭിക്കാൻ വയ്യാത്ത രീതിയിൽ എനിക്ക് തടസ്സമായിട്ടിരിക്കുന്നത്, ഒരു ബ്ലോക്കായിട്ടിരിക്കുന്നത്. അപ്പം ഈ തൊട്ടേനും പിടിച്ചതിനുമല്ല ഈ ഭയം ഇതങ്ങ് മാറണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റ ഫ്ലവർ റെമഡി എടുത്ത് കഴിച്ചാൽ നമുക്ക് തന്നെത്താനെ ആ ധൈര്യം വരും. വരുന്നതിന് പുറമേ ഈ ഭയം എന്നുള്ളത് ഒട്ടുമൊത്തം നമ്മളുടെ മനസ്സിൽ നിന്ന് അങ്ങ് മാറും. മനസ്സിൽ നിന്ന് മാറിയാൽ ദേഹത്തും മാറും. അതാണ് ഇദ്ദേഹത്തിൻ്റെ ബാച്ച് റെമഡീസിൻ്റെ അർത്ഥം. ഓക്കെ,
ഇപ്പം അത് ഇംഗ്ലണ്ടിൽ ജനിച്ച് വളർന്ന് ഇംഗ്ലണ്ടിലെ മരിച്ചു. ഇംഗ്ലണ്ടിലെ പൂക്കളെടുത്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ റെമഡീസ് ഉണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഒരു 38 പൂക്കളുടെ മരുന്നുകളാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചത്. അതല്ലാതെ ഒരു റോക്ക് വാട്ടർ എന്നൊരു റോക്ക് പാറകളുടെ ഇടയിൽ നിന്ന് വരുന്ന വെള്ളം. അപ്പം ഈ 39 മെഡിസിൻസിൽ നമ്മളുടെ എല്ലാവരുടെയും രോഗങ്ങൾ അടങ്ങും. അത് ഇംഗ്ലണ്ടിലാണെങ്കിലും ശരി, ഇന്ത്യയിലാണെങ്കിലും ശരി, ടിബറ്റ് ആണെങ്കിലും ശരി, ചൈന ആണെങ്കിലും ശരി, ജപ്പാനാണെങ്കിലും ശരി, ഏത് കൺട്രിയിലുള്ള ആളുകളെ എടുത്താലും അവരുടെ ഈ സ്വഭാവം എന്ന് പറയുന്നത് ഈ 39 കാറ്റഗറീസ് ഉൾപ്പെടുത്തുന്നതാണ്. അപ്പം അവരുടെ അസുഖത്തിൻ്റെ മൂലം, റൂട്ട് കോസ് കണ്ടുപിടിച്ച് ഈ 39 മെഡിസിനിൽ ഏത് മെഡിസിനാണ് ഇവർക്ക് ചേരുന്നതെന്ന് കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി ആ മെഡിസിൻ കൊടുത്താൽ അവർക്ക് എല്ലാം മാറും. അപ്പം ഇഞ്ചക്ഷൻ വേണ്ട, ഓപ്പറേഷൻ വേണ്ട, CT സ്കാൻ വേണ്ട, MRI സ്കാൻ വേണ്ട, ഒന്നും വേണ്ട. അപ്പം അത്രയ്ക്ക് അത് പ്രകൃതിയോട് ചേർന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പം ക്വീൻ എലിസബത്ത്, ഇംഗ്ലണ്ട് ആയതുകൊണ്ട് ക്വീൻ എലിസബത്ത് II ഇന്നേ വരെ ഈ ബാച്ചിൻ്റെ ഫ്ലവർ റെമഡീസ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. സോ ഈ ബാച്ച് ഫ്ലവർ റെമഡീസിനെ കുറിച്ച് കൂടുതൽ നമുക്കിനി അറിയാനുണ്ട്. അതിനെക്കുറിച്ച് വേറെയും പല കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ അടുത്തടുത്ത് വരുന്ന വീഡിയോകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.